ഹലോ ഫ്രണ്ട്സ്, അപ്സ്റ്റോക്കിൻ്റെ ആപ്പിൽ എങ്ങനെയാണ് നമുക്കൊരു പ്ലേസ് ചെയ്ത സ്റ്റോപ്പ് ലോസ് ഓർഡർ മോഡിഫൈ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പ്രോസസ് ഭയങ്കര സിമ്പിളാണ്. നമ്മളവിടെ ഓർഡർ ബുക്കിനകത്ത് പോവുക. നമ്മുടെ ഓർഡർ ബുക്ക് പോകണമെങ്കിൽ ഇവിടെ പോയി നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓർഡർ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അതിനകത്ത് പോവാം. നമുക്ക് അതിനകത്ത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓർഡറുകൾ കാണാൻ പറ്റും. ഇത് ട്രിഗർ പെൻഡിങ് എന്ന് പറഞ്ഞൊരു ഓർഡർ കിടക്കുന്നുണ്ട്. ഈ ഓർഡർ ഇപ്പോൾ അത്യാവശ്യം ഒരു പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. പ്രോഫിറ്റിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം വ്യൂ പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. 300 റുപ്പീസ് 350 റുപ്പീസ് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്ന ഫിഗർ അത് ഈ ഓർഡറാണ്. ആ ഓർഡർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്ന ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ ഓർഡർ ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഞാൻ വെച്ചിരുന്ന ഫിഗർ 176 ആണ് വെച്ചിരുന്നത്. അത് മോഡിഫൈ ചെയ്യണമെങ്കിൽ ഈ മോഡിഫൈ എന്നുള്ള താഴെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ഷോർട്ട് സെല്ലാണ് ചെയ്തിരുന്നത്, അതുകൊണ്ട് ബൈ ആണ് വന്നിരിക്കുന്നത്. ഞാൻ വെച്ച പ്രൈസ് 176.10 ആണ്. ഞാനിപ്പോൾ അത് മോഡിഫൈ ചെയ്ത് 174ലേക്ക് ആക്കുവാണ്. 174.99 ആക്കുവാണ്. അല്ലെങ്കിൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഏകദേശം ഒരു 150 റുപ്പീസ് ചാർജസ് എല്ലാം കഴിഞ്ഞാൽ എങ്ങനെയാലും മിനിമം ഒരു 50 റുപ്പീസെങ്കിലും ഈ ഓർഡർ പ്രോഫിറ്റ് എനിക്ക് കിട്ടും. ഇത് 99 ആക്കുന്ന സ്ഥിതിക്ക്. കാരണം എൻ്റെ ബൈ ഓർഡർ കിടക്കുന്നത് 175.49 അപ്പോൾ ഒരു 50 റുപ്പീസ്, അതായത് ഏകദേശം 150 റുപ്പീസ് ചാർജസ് ഒരു 60 റുപ്പീസ് 70 റുപ്പീസ് കുറച്ചാലും ഒരു 75 റുപ്പീസ് മിനിമം പ്രോഫിറ്റ് കിട്ടും. ഞാൻ സൈറ്റ് മോഡിഫൈ എന്നുള്ള കൊടുക്കുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രിഗർ പെൻഡിങ് തന്നെ പറഞ്ഞ് കിടക്കുന്നുണ്ട്. പ്രൈസ് കിടക്കുന്നത് പക്ഷേ അന്നേരം 149.9 ആണ്. അപ്പോൾ ഈ ഓർഡർ, ഈ പൊസിഷനിലുള്ള ഓർഡർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കുറഞ്ഞ് വന്ന് ഇപ്പോൾ 174.68 ആണ്. അത് കൂടി ഇപ്പോൾ അതിൻ്റെ ചാർട്ട് എടുത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഇച്ചിരി ചാർട്ടിലേക്ക് വന്നിട്ട് ഇത് ഈ പോയിന്റിലാണ് ഇപ്പോൾ ഞാൻ വച്ചേക്കുന്ന ശേഷം ഇവിടുന്ന് കയറി വീണ്ടും ഇവിടെ വന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു മിനിമം പ്രോഫിറ്റ് എനിക്ക് ആ ഓർഡർ കിട്ടും. അതാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് പിന്നെ മോഡിഫൈ ചെയ്താൽ ഏകദേശം ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് മാനുവലായിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എനിക്ക് കാണിച്ചത്. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇടുവാണെങ്കിൽ ഈ അവസ്ഥയിൽ ബെറ്റർ ആണ് ശരിക്കും. അത് സെപ്പറേറ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് ഓട്ടോമാറ്റിക്കലി ഓർഡർ ആ പ്രൈസ് കയറുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക് ആ സ്റ്റോപ്പ് ലോസും മുകളിലേക്ക് ഇറങ്ങി. പക്ഷേ അതിന് പ്രോബ്ലം എന്നാ വെച്ചാൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൽ ഇടയ്ക്കൊരു പോയിന്റ് ഇങ്ങനൊരു സഡൻ ബാക്ക് വരും. ഇതെൻ്റെ ഒരു എക്സ്പെരിയൻസ് അനുസരിച്ച് താന്ന് ഈ ലെവൽ വരെ എന്തായാലും താഴേണ്ടാണ്. 173.14 അങ്ങനെ എന്തെങ്കിലും ഫിഗറിലേക്ക് താഴേണ്ടാണ്. അപ്പോൾ ഏകദേശം ഒരു രൂപയുടെ താഴേക്ക് താഴാൻ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അത് താഴുന്ന സമയത്ത് ഞാൻ വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് വീണ്ടും മോഡിഫൈ ചെയ്യുന്നുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വോയിസ് ഇട്ടാൽ മതി, അറിയാവുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് അപ്സ്റ്റോക്കിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടക്കുന്നത്, ലിങ്ക് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, ബൈ, സീ യു.